ഇതിനിടെ അമേരിക്കയ്ക്കെതിരായ തിരിച്ചടിയുടെ 4ാം ഘട്ടം ആരംഭിച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി. കുവൈറ്റിലെ US മിസൈൽ താവളം ലക്ഷ്യമിട്ട് ഉള്ള ആക്രമണത്തിൽ ആയുധ ഗോഡൌണുകളും തീപിടിച്ച് നശിച്ചു. ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ US താവളം ആക്രമിച്ചതായും IRGC അറിയിച്ചു. ബന്ദർ അബ്ബാസിൽ USന്റെ ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. ഇറാന്റെ 4 മിസൈലുകൾ തകർത്തതായി ജോർദാനും അറിയിച്ചു. ഇറാനിലെ 12 സ്ഥലങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണവും നടത്തി. സമാധാന ധാരണകൾ അപ്രസക്തമാക്കി പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമാവുകയാണ്. തെക്കൻ ഇറാനിലെ ഹോർമോസ്ഗാൻ പ്രവിശ്യയിൽ US വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇറാനിലെ പ്രമുഖ മൊബൈൽ സേവനദാതാക്കളായ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് കമ്പനി ഓഫ് ഇറാൻ ജീവനക്കാരനാണ് ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ടത്. 2 ജീവനക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിലെ ഏറ്റവും വലിയ ദ്വീപായ കേഷൻ ദ്വീപിൽ 10-ലധികം US മിസൈലുകൾ പതിച്ചു. തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ US ഡ്രോൺ വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടു. 1 വേ ഏരിയൽ ഡ്രോണുകളും 1 വേ സീ ഡ്രോണുകളും ആദ്യമായി ഉപയോഗിച്ചെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാൻ തിരിച്ചടിയും ശക്തമാക്കി. ബഹ്റൈൻ ഷെയ്ഖ് ഇസയിലെ US ബേസ് ആക്രമിച്ചെന്ന് IRGC അറിയിച്ചു. ബഹ്റൈൻ ഇന്റീരിയർ മിനിസ്ട്രി പലതവണ മുന്നറിയിപ്പ് സൈറൻ നൽകി. കുവൈറ്റ് എയർബേസിൽ ഇന്ധന ടാങ്കുകൾ തകർത്തു. അഹമ്മദ് അൽ ജാബിർ എയർബേസിൽ അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങളും ഇറാൻ ആക്രമിച്ചു. വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച മിസൈലുകളും ഡ്രോണുകളും തകർത്തെന്ന് UAE അറിയിച്ചു. 60 ദിവസത്തെ സമാധാന ധാരണ ഇതോടെ പൊളിഞ്ഞു. എങ്കിലും ഒമാനും പാകിസ്ഥാനും നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സജീവ ശ്രമങ്ങളിലാണ് ഇപ്പോഴും. അതിനിടെ ആയത്തുള്ള അലി ഖമനേയിയുടെ അനുസ്മരണാർത്ഥം അടുത്തയാഴ്ച ടെഹ്റാനിൽ നടക്കുന്ന ചടങ്ങിൽ മുജ്തബ ഖമനേയി പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട ജൂലൈ 23-ന് വൈകിട്ട് 5 മുതൽ 7 വരെ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ മുജ്തബ എത്തുമോ എന്നതാണ് ആകാംക്ഷ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.